നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാസി സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര നീണ്ടകര പാലത്തിൻ്റെ അടുത്ത് നിന്നും കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത്. നമ്മൾ വീഡിയോ എടുത്ത ദിവസം മാർച്ച് 2, 2025 ബുധനാഴ്ച രാവിലെ 8 മണിയൊക്കെ കഴിഞ്ഞപ്പം എടുത്ത വീഡിയോ ആണ്. അപ്പം ഇവിടുത്തെ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലത്തിൻ്റെ 2 സൈഡിലുമായിട്ടാണ് പുതിയ 2 പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്ന. വലതുഭാഗത്തായിട്ടാണ് കൂടുതൽ ഗർഡറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്കിപ്പം ഇടതുഭാഗത്തായിട്ട് നിലവിലെ റോഡിൻ്റെ പാലം കയറുന്നതിൻ്റെ ഇടതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പൈലിങ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഇനി പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണവും പിയറിൻ്റെയൊക്കെ നിർമ്മാണം ഇടതുഭാഗത്തായിട്ട് നടക്കാനുണ്ട്. നമ്മളിനി നേരെ നീണ്ടകര പാലത്തിൻ്റെ വടക്കേ എൻഡ് ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലതുഭാഗത്തായിട്ടാണ് കൂടുതൽ ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ കായലിൻ്റെ അടുക്കായിട്ടുള്ള പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇടതുഭാഗത്തായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആദ്യത്തെ 2 പിയറുകളെ കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് ഗർഡറുകൾ വെച്ചിട്ടുണ്ട്. അതല്ലാതെ പിന്നെ വേറെ പണിയൊന്നും നടന്നിട്ടില്ല. പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. മുമ്പോട്ട് പോകുമ്പം ഇവിടെ 2 സൈഡിലും പിന്നെ ഇനി ഭിത്തി കെട്ടിട്ട് വരും. റിട്ടേണിങ് കോൺക്രീറ്റ് ചെയ്ത് ഭിത്തി കെട്ടേണ്ടി വരും. അപ്പം അതിനുവേണ്ടി കമ്പി ഉയർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അണ്ടർപാസിൻ്റെ ഭാഗം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇപ്പം വലതുഭാഗത്തായിട്ടാണ് ഇപ്പം ആ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. 2 സൈഡിലും ആറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പള്ളിയുടെ അടുത്തായിട്ട് വരുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ സർവീസ് റോഡിന് വേണ്ടി മണ്ണിട്ട് നികത്തിയെടുത്ത പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ അടക്കം ചെയ്തിരുന്ന ഭാഗമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം അവിടെ അത്രയും പണി പുരോഗമിച്ചിട്ടുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി പുരോഗമിച്ചിട്ടുണ്ട്. നമ്മളൊരു 2 മാസത്തിന് ശേഷമാണ് ഇപ്പം നീണ്ടകര പാലത്തിൻ്റെ അടുത്ത് നിന്ന് കരുനാഗപ്പള്ളി വരെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. 2 മാസം മുമ്പെന്ന് പറയുമ്പം ഏകദേശം കഴിഞ്ഞ ജനുവരി 12, 2025 നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഈ നീണ്ടകര പാലത്തിൻ്റെ അടുത്ത് നിന്ന് കരുനാഗപ്പള്ളി വരെ എടുത്തത്. നമ്മളതാണ്ട് ഇപ്പം ഇവിടെ വലതുഭാഗത്തൊരു കൾവർട്ടിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് അവിടെ കുറച്ചും കൂടെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം വെട്ടിത്തറ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വലത്തോട്ട് കയറി പോകുന്നത് തെക്കും ഭാഗത്തോട്ടുള്ള വഴിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വലത്ത് സൈഡിലായിട്ട് അവിടെ ഒരു ഷെഡൊക്കെ അടിച്ച് കെട്ടിയിട്ട് സമരം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകൾ ഈ ഒരു ഭാഗത്ത് ഇപ്പം സമരം തുടങ്ങിയിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇതേപോലെ അണ്ടർപാസിൻ്റെ ആവശ്യം ഉന്നയിച്ച് പല ആൾക്കാർ ഇപ്പോൾ സമരം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ മാസം കഴിയും തോറുമാണ് പല സ്ഥലങ്ങളിലുമായിട്ട് അണ്ടർപാസ് വേണമെന്നും പറഞ്ഞുകൊണ്ട് സമരം തുടങ്ങുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കുറച്ച് ലേറ്റായിപ്പോയി എന്നേ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കരുനാഗപ്പള്ളി കഴിഞ്ഞേച്ച് നമ്മളങ്ങോട്ട് പോകുമ്പോൾ പുത്തൻതെരു ഭാഗത്തും അണ്ടർപാസ് വേണം, പിന്നെ ഇടപ്പള്ളിക്കോട്ടയിൽ അണ്ടർപാസ് വേണമെന്നൊക്കെ പറഞ്ഞ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പുത്തൻതെരു ഭാഗത്തൊക്കെ അണ്ടർപാസ് ഇനി എനിക്ക് തോന്നുന്നില്ല അവരിനി അത്രയും പണി കഴിഞ്ഞ ഭാഗത്ത് ഇനി വെട്ടിപ്പൊളിച്ച് നടത്തുമെന്നുള്ളത്. അണ്ടർപാസ് എല്ലായിടത്തും വേണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എല്ലായിടത്തും അണ്ടർപാസ് വലിയ അണ്ടർപാസുകൾ തന്നെ വേണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊന്ന് പെട്ടെന്ന് തിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തൊരു അണ്ടർപാസ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിഞ്ഞ് എളുപ്പം വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ ഏറ്റവും എളുപ്പം തൊട്ടടുത്ത് തന്നെ ഒരു അണ്ടർപാസ് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ഇത്രത്തോളം പണി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിക്കാർക്കും ചിലവാണ്. പിന്നെ നമ്മൾ ഗവൺമെൻറ് അത്രയും ഫണ്ട് കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിക്ക് കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കുറച്ചും കൂടെ നേരത്തെ എവിടെയൊക്കെയാണ് അണ്ടർപാസ് വരുന്നത്, ഇനി എവിടെയൊക്കെയാണ് ഫ്ലൈ ഓവർ വരാനുള്ളത്, എത്രത്തോളം നീളം ഉണ്ടാകും എന്നുള്ളത് കാര്യങ്ങളൊക്കെ സത്യത്തിൽ അവിടെയുള്ള ജനങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാർ അന്വേഷിച്ച് എവിടേക്കാണ് വേണ്ടതെന്നുള്ളത് സമർപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത് എന്തെങ്കിലും ആട്ടെ, വരുന്നെങ്കിൽ വരട്ടെ, അത് അത്രയും നല്ല കാര്യം. നമ്മളിപ്പം ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണം 2 സൈഡിലുമൊക്കെ ആയിട്ട് നടക്കാനുണ്ട്. പിന്നെ നമുക്കിപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ഭാഗത്തായിട്ട് കുറച്ച് തുറന്ന് മാറ്റിയിട്ടുണ്ട്. മീഡിയന് വേണ്ടിയിട്ട് അവിടെ കോൺക്രീറ്റ് ബാരിക്കേഡ് വെച്ചിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി കുറച്ച് ഇടയ്ക്ക് വന്ന് തുറന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളിപ്പം എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ഫ്രിക്ഷൻ സ്ലാബും പിന്നെ കുറച്ച് വാൾ ബ്ലോക്കും കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പോട്ട് വരുമ്പോൾ ഉള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതാണ്ട് ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ 2 സൈഡിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരുന്നത്. കാരണം അവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണം കുറച്ചും കൂടെ ഫിനിഷ് ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 സൈഡിലും വഴി തിരിച്ച് വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ
ആൽത്തറമൂട് ശിവക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. പുത്തൻതുറ ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ ഇത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ്. 2 സൈഡിലായിട്ട് തന്നെ ഭിത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതാണ്ട് ഇതുവഴി വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് കൂടുതലും ഇടി നടക്കുന്നത്. അപ്പം നമ്മളിപ്പം നീണ്ടകരയിൽ നിന്ന് കരുനാഗപ്പള്ളി ഭാഗത്തോട്ട് വരുന്ന വാഹനങ്ങൾ കുറച്ച് വലത്തോട്ട് ചേർന്നായിരിക്കും വടക്കോട്ട് പോകുന്നത്. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക. നമ്മൾ കുറച്ചും കൂടെ ഇടത്തോട്ട് മാറി സൈഡ് ചേർന്ന് പോകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇടിയാവും. നമ്മളിഞ്ഞ് നേരെ ചവറ പാലത്തിൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർന്നു വരേണ്ട സ്ഥലമാണ്. തൊട്ട് ബാക്കിലായിട്ട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ 2 സൈഡിലും മണ്ണിട്ട് ഉയർത്തേണ്ട പരിപാടിയാണ് നടക്കാനുള്ളത്. അതുകൊണ്ട് ഇവിടെ കുറച്ചും കൂടെ മെറ്റിലിട്ടിട്ട് ബിറ്റുമിൻ ഓയിൽ കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വളവ് വരുന്ന ഭാഗത്തൊക്കെ 2 സൈഡിലുമൊക്കെ ആയിട്ട് നിലവിലെ റോഡിൻ്റെ 2 ഭാഗത്തുമായിട്ടാണ് ഇപ്പം മണ്ണിട്ടൊക്കെ ഉയർത്തിയിരിക്കുന്നുള്ള പണികൾ. കുറച്ച് ഭാഗത്തൊക്കെ മെറ്റിൽ കൊണ്ടുവന്നിട്ട് ഉയർത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെയൊക്കെ തന്നെ കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് ചവറ പാലം കയറ്റം കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ കുറേ മണ്ണ് കൊണ്ടൊന്ന് അടിച്ച് നികത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് അടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്ന പണികൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ചവറ പാലത്തിന് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ വഴിതിരിച്ച് വിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണം ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റം കയറുന്ന വാഹനങ്ങളും നമ്മളിപ്പം ഇടത്തേ സൈഡിൽ താൽക്കാലികമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വഴിയിൽ കൂടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരുന്നത്. അപ്പം അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വാഹനങ്ങൾ ഡേഞ്ചറായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം വിശ്വസമുദ്രം എന്തായാലും അതിൻ്റെ ഒരു നിർമ്മാണം പെട്ടെന്ന് കഴിഞ്ഞിപ്പം നേരെ തന്നെ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പലരും അറിയാതെ വന്ന് ചിലപ്പം ഇടിച്ചു കയറേണ്ട അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു സ്ഥലമായിരുന്നു. അതെന്തായാലും അതിൻ്റെ പണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ മുമ്പോട്ട് ചവറ പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ വലതുഭാഗത്ത് കുറച്ചും കൂടെ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞ് പിയറിൻ്റെ നിർമ്മാണം നമുക്കിപ്പം വടക്കേ സൈഡിലായിട്ടാണ് കാണുന്നത്. ഇപ്പോഴും പൈലിംഗ് വർക്കുകളും പിയറിൻ്റെ ഒന്നും നിർമ്മാണം തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പം ചവറ പാലത്തിൻ്റെ വടക്കേ സൈഡിൽ കയറി വരുന്ന ഭാഗത്തായിട്ട് ഒരു ചുമന്ന കാറ് സിലേറിയോ മാരുതിയുടെ ഒരു സിലേറിയോ ഇടിച്ച് കയറി കിടക്കുന്നത് കാണാൻ പറ്റും. എനിക്ക് തോന്നിക്കുന്നത് ഇവിടുന്ന് ഏതൊരു വാഹനം വടക്കോട്ട് പോയ ആ ഒരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്ത് കയറിയപ്പം ആ വാഹനത്തിന് ഇടിച്ച സിലേറിയക്ക് തെക്കോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ നേരെ കൊണ്ടിട്ട് ഇടിച്ചാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അവിടെ തന്നെ നമുക്കിപ്പം ഇടത്തേ സൈഡിൽ നമ്മുടെ ഹൈവേ പോലീസിൻ്റെ വാഹനവും കിടപ്പുണ്ട്. അതിനകത്ത് വലിയ പരിക്കുകളൊന്നും ആർക്കും പറ്റിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ആർക്കും കുഴപ്പമൊന്നും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിനി നേരെ മുമ്പോട്ട് പോവുകയാണ്. നമുക്കിപ്പം ചവറ പാലത്തിൻ്റെ ഇറങ്ങി മുമ്പോട്ട് വരികയാണ്. ഇവിടെ നമുക്ക് പറയത്തക്ക രീതിയിൽ പിന്നെ വലിയ മാറ്റങ്ങളൊന്നും ചവറ ഭാഗത്തായിട്ട് നമ്മൾ ചവറ പാലം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോഴുള്ള ഭാഗത്തായിട്ടില്ല. അപ്പം കുറച്ചും കൂടെയൊക്കെ എനിക്ക് തോന്നിക്കുന്നത് മണ്ണ് മാത്രം കൊണ്ടിട്ടതായിട്ടൊരു തോന്നൽ വരുന്നുണ്ട്. അല്ലാതെ വേറെ പണിയൊന്നുമില്ല. നമ്മൾ ചവറ പാലമൊക്കെ ഇറങ്ങി നേരെ കഴിഞ്ഞ് കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. കൊറ്റംകുളങ്ങരയുണ്ട്, കൊറ്റുകുളങ്ങരയുണ്ട്. കൊറ്റുകുളങ്ങര എന്ന് പറയുന്നത് കായംകുളത്തിന് വടക്കുവശത്തായിട്ട് വിശ്വസമുദ്രയുടെ കരാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് കൊറ്റുകുളങ്ങര. ഇത് കൊറ്റംകുളങ്ങര. അപ്പോൾ ഇവിടെ നമുക്ക് മുമ്പോട്ട് പോയി കഴിയുമ്പം ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് 2 സൈഡിലും. പിന്നെ കൊറ്റംകുളങ്ങര ഭാഗത്തോട്ട് വരുമ്പം സർവീസ് റോഡിൻ്റെ പണി കുറച്ച് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ ഇവിടെ ഇനി 2 സൈഡിലുമായിട്ട് 6 വാൾ ബ്ലോക്ക് ഉയർത്തി തുടങ്ങും. കുറച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വലതുഭാഗത്തായിട്ട് കുറച്ച് തുടങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പം വഴിതിരിച്ച് വിടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് താൽക്കാലികമായിട്ട് ടാർ ചെയ്തിരിക്കുന്നതും കാണാൻ പറ്റും. ഇനി നമ്മൾ നേരെ നല്ലെഴുത്ത് ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ 2 സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികളാണ് കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. നമ്മൾ നല്ലെഴുത്ത് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് താണ്ട് ഇവിടെ വലതുഭാഗത്ത് കുറച്ചും കൂടെ പണി നടന്നിരിക്കുന്നത് കാണാൻ പറ്റും. കുറച്ചും കൂടെ മെറ്റൽ കൊണ്ടുവന്നിട്ട് നിരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് നമ്മൾ നേരെ നല്ലെഴുത്ത് ജംഗ്ഷൻ ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് ബോക്സ് കൾവർട്ട് കുറച്ചധികം കൊണ്ടുവന്ന് ഇടതുഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇനിയിപ്പം ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെയൊക്കെ കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ കറുത്ത പൈപ്പൊക്കെ കൊണ്ടുവന്ന് വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇത്രത്തോളം പണി നമ്മൾ നേരത്തെ കണ്ടതുപോലെയൊക്കെ തന്നെയുള്ള പണികളാണ് നടന്നിരിക്കുന്നത്. ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണം ഇനിയും ഫിനിഷ് ആവാനുണ്ട്. എല്ലാ ക്രാഷ് ബാരിയറും കൂടെ ഒക്കെ കണക്റ്റ് ആവാനുണ്ട്. പഴയ പോസ്റ്റുകളൊക്കെ നിൽക്കുന്നത് കാരണമായിരിക്കും ക്രാഷ് ബാരിയറൊക്കെ പൂർണ്ണമാകാത്തത്. പിന്നെ കൂടുതലും നമുക്കിപ്പം ഈ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ഭാഗത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് കൊച്ചു റോഡുകളുള്ളത് കാരണം കൊണ്ട് തന്നെ പലയിടത്തും ഓപ്പണാക്കി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ
ആകെ വിഷയമാവും. ആ ഒരു കാരണം കൊണ്ട് തന്നെ ക്രാഷ് ബാരിയറൊക്കെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പല സ്ഥലത്തുമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി നേരെ മുമ്പോട്ട് വരികയാണ്. നമ്മൾ മുമ്പോട്ട് ചവറ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ശങ്കരമംഗലം ഭാഗത്തോട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശങ്കരമംഗലം അവിടെ ചവറ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് അടുക്കുമ്പോൾ താണ്ട് ഇവിടെ കുറച്ച് ലോഡും കൂടെ മണ്ണ് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കി പകുതിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്നുണ്ട്. അണ്ടർപാസ് കഴിഞ്ഞേച്ച് തൊട്ടപ്പുറത്തെ സൈഡിലും 2 സൈഡിലും ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആറിവാൾ ബ്ലോക്ക് അതിൻ്റെ ഇടയ്ക്കൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. മണ്ണിട്ട് ഉയർത്തി ഉറപ്പിക്കുന്നതിനനുസരിച്ച് തന്നെ ആറിവാൾ ബ്ലോക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി നേരെ KMML ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ അടുത്തോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യമൊക്കെ പണി പുരോഗമിച്ചിട്ടുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ടാറിങ്ങും കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ മണ്ണിട്ടുയർത്തുന്ന പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം നേരെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്താണ് നമ്മുടെ അണ്ടർപാസ് ഉള്ളത്. വെഹിക്കുലർ അണ്ടർപാസാണ്. എല്ലാത്തരം വാഹനങ്ങളും കടന്നു പോകത്തക്ക രീതിയിലുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം KMML ഭാഗത്തായിട്ട് തന്നെ ഇടതുഭാഗത്തായിട്ടുള്ള ഡ്രൈനേജിൻ്റെ പണിയും കുറച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. നല്ല നീളത്തിലായിട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അവിടെ നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു, നല്ല ചെളിയും മണ്ണും ഒക്കെയുള്ള ഭാഗമായിരുന്നു. അപ്പം അവിടെ ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കുറേ നാളായി. ഇനിയുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീളത്തിലായിട്ട് 2 സൈഡിലോട്ടും നല്ല നീളത്തിലായിട്ട് തന്നെ ഈ ആറിവാൾ ബ്ലോക്ക് ഉയർത്തുക, മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരിക എന്നുള്ള പണിയാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പം മണ്ണിട്ട് ഉയർത്തിയിട്ട് ഇടിച്ചുറപ്പിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കായിട്ട് തന്നെ നമുക്കിപ്പം കുറച്ച് ഇവിടെ കൾവർട്ടിൻ്റെ നിർമ്മാണവും നടക്കുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകേണ്ട വാഹനങ്ങൾ, കായംകുളം കരുനാഗപ്പള്ളി ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങളൊക്കെ ഒന്ന് വളഞ്ഞു പുളഞ്ഞായിട്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരെ തെക്കോട്ടുള്ള വാഹനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് വലത്തേ സൈഡിലുള്ള ആ സർവീസ് റോഡിൽ കൂടിയാണ് തെക്കോട്ട് കടന്ന് കൊല്ലം ഭാഗത്തോട്ട് പോകുന്നത്. പിന്നെ നമ്മളിനി നേരെ എടപ്പള്ളിക്കോട്ട ഭാഗത്തോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എടപ്പള്ളിക്കോട്ട ഭാഗത്തോട്ട് വരുമ്പം കുറച്ചും കൂടെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. വലതുഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്ന ഭാഗത്ത് ഇപ്പം കുറച്ചും കൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എടപ്പള്ളിക്കോട്ട ഭാഗത്തായിട്ട് അടുക്കുമ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ബോക്സ് കൾവർട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കുറച്ച് ഭാഗം ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം വലത്തേ സൈഡിൽ രണ്ടാമത് ഈ ഒരു ഭാഗത്തായിട്ട് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് പണികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല. ഇവിടെയും നമുക്ക് ഡൈവർഷൻ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് പിന്നെ റൈറ്റിലോട്ട് കയറിയാണ് പോകേണ്ടത്. വടക്കുനിന്ന് തെക്കോട്ട് വരുന്ന വാഹനങ്ങൾ. പിന്നെ നമുക്കിപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എടപ്പള്ളിക്കോട്ടയിൽ അണ്ടർപാസ് വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെയും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതലായിട്ടൊന്നും അറിവായിട്ടില്ല. ഇവിടെ അണ്ടർപാസ് വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിവായിട്ടില്ല. നമ്മളിപ്പം വീഡിയോ എടുക്കുന്നിടം വരെയുള്ള സമയം വരെ ഇവിടെ അണ്ടർപാസിൻ്റെ പണികളോ ഒന്നും തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇവിടെ 2 സൈഡിലും നമുക്കിപ്പം ക്രാഷ് ബാരിയറുടെ നിർമ്മാണമൊന്നും വലുതായിട്ട് ഫിനിഷ് ആയിട്ടില്ല. അതായത് ഇവിടെ വരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അവർക്ക് വേണമെങ്കിൽ തുടങ്ങാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം എടപ്പള്ളിക്കോട്ടയിൽ അവിടെ അത്രയും പണി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. നോക്കാം അവിടെ വരെ പോകുമെന്നുള്ളത്. പിന്നെ നമ്മൾ മുമ്പോട്ട് ഇനി നേരെ വെറ്റമുക്ക് ഭാഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എടപ്പള്ളിക്കോട്ട കഴിഞ്ഞ് നേരെ പിന്നെ വെറ്റമുക്ക് ഭാഗത്തായിട്ടാണ് പിന്നെ അണ്ടർപാസ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കമ്പിയൊക്കെ ഉയർത്തി അവിടെ താഴ്ചയിൽ കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ ബാക്കിയുണ്ടായിരുന്ന ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട നേരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വെറ്റമുക്ക് ഭാഗത്തോട്ടുള്ള ചെറിയ അണ്ടർപാസാണ്. അതിന് വേണ്ടിയിട്ടുള്ള കയറ്റത്തിന് വേണ്ടിയിട്ട് ഇവിടുന്ന് മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇടത്തേ സൈഡിലായിട്ടാണ് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് നമ്മളിപ്പോൾ കഴിഞ്ഞ ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരുന്നത്. കുറച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ള പണി നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടുത്തെ കോൺക്രീറ്റും കഴിഞ്ഞേച്ച് പിന്നെ ആറിവാൾ ബ്ലോക്കൊക്കെ ഉയർത്തി മണ്ണിട്ട് വരുന്ന പണി കുറേ നാളിന് മുമ്പേ തുടങ്ങിയതാണ്. ഇപ്പം ശിവാലയൊക്കെ പണി തീർക്കുന്ന സമയം കൊണ്ട് ഇവർക്കിത് തീർക്കാൻ പറ്റുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. കുറച്ചൊക്കെ മണ്ണ് കൊണ്ടുവന്ന് ഉയർത്തിയിട്ടുണ്ട്. നമുക്ക് പണി നടക്കുന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ട് ഉയർത്തിയെടുത്തിട്ടുണ്ട്. വെറ്റമുക്ക് ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്രത്തോളമാണ്. ഇനി നമ്മൾ നേരെ കുറ്റിയോട്ടം ഭാഗത്തോട്ടാണ് പോകുന്നത്. പിന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന അവിടെയാണ്. ഇവിടെ ഇനിയൊരു വലിയൊരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി നടക്കാനുണ്ട്. ഇവിടെ അത്യാവശ്യമൊക്കെ പണി ഒതുങ്ങി കിടക്കുകയാണ്. വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. 2 സൈഡിലുമായിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. ഇനി നമ്മൾ നേരെ മുമ്പോട്ട് കുറ്റിവട്ടം അണ്ടർപാസിൻ്റെ അടുത്തേക്കാണ് വരുന്നത്.
ചെറിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ താണ്ട് ഇവിടെ കുറച്ച് തുറന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണം നടക്കാനുള്ള സാധ്യതയുണ്ട്. പകുതിയോളം തുറന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഇടതുഭാഗത്തായിട്ടാണ് സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത്. കുറ്റിവട്ടം ഭാഗത്തായിട്ട് എത്തുമ്പം, കുറ്റിവട്ടം ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം ഇടതുഭാഗത്തായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ടാണ് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത്. വലതുഭാഗത്ത് കുറച്ച് നീളത്തിലായിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത്. കാരണം അത് വഴി വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നതിന് വേണ്ടിയിട്ട് അത്രത്തോളം ടാർ ചെയ്ത് അത്ര പണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിനി നേരെ കുറ്റിവട്ടം പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. പറയത്തക്ക രീതിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ നമുക്കിപ്പം 2 മാസം കൊണ്ട് പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല. പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 2 ബോക്സ് കൾവർട്ട് താഴോട്ട് ഇറക്കി വെച്ചിട്ട് വലിയൊരു കൾവർട്ടിൻ്റെ നിർമ്മാണം അവിടെ ഇപ്പം കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ മുമ്പോട്ട് ഇനി നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അപ്പം കുറ്റിവട്ടം പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ട് കുറച്ചും കൂടെ ഒക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ അവിടെ ക്രാഷ് ബാരിയർ അതേപോലുള്ള പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ താണ്ട കുറേ കൂടി ബോക്സ് കൾവർട്ട് ഇവിടെയും കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ബോക്സ് കൾവർട്ട് പകുതിയോളം ഒരു 4 എണ്ണം കൊണ്ടുവന്നാണ്ട് ഇവിടെ ഇറക്കി തുറന്ന് മാറ്റി താഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഇവിടെയൊക്കെ മണ്ണൊക്കെ ഇട്ട് നിരത്തി കുറച്ച് ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വലത്തേ സൈഡിൽ കൂടിയായിരുന്നു നേരത്തെ വാഹനങ്ങളൊക്കെ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഇടതുഭാഗത്തുകൂടിയാക്കി അവിടെ ഇപ്പം മണ്ണൊക്കെ അടിച്ച് നികത്തി എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ പണി ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളിപ്പം ഈ കന്നേറ്റി പാലം കയറുന്നതിന് മുമ്പായിട്ട് തന്നെ വലതുഭാഗത്ത് കുറച്ച് പഴയ മണ്ണ് കൊണ്ടുവന്ന് അവിടെ അടിച്ച് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു കൃത്യമായിട്ടൊരു പിടിയും കിട്ടുന്നില്ല. നമുക്കിപ്പം അങ്ങോട്ട് നേരെ നോക്കുന്ന പള്ളിയുടെ അടുത്തായിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും. വലത്തേ സൈഡിലൂടെ ഒരു കണ്ടമായിരുന്നു ഉള്ളത്. അവിടെ ഇപ്പോൾ അവർ ഈ മണ്ണടിച്ച് ഇങ്ങനെ നികത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു ഏരിയ. പിന്നെ നമ്മൾ നേരെ കന്നേറ്റി പാലത്തിൻ്റെ അടുത്തായിട്ട് വന്നു കഴിഞ്ഞാൽ പറയത്തക്ക രീതിയിൽ വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. കുറേ നാളിന് മുമ്പേ പത്രവാർത്ത ഉണ്ടായിരുന്നു 10 ദിവസത്തിനുള്ളിൽ ഗർഡറുകൾ ഇതിൻ്റെ മുകളിലായിട്ട് പിറക്കി വെക്കുമെന്നുള്ളത്. പക്ഷേ ആ 10 ദിവസം കഴിഞ്ഞിട്ടിപ്പം 10-15 ദിവസമായി വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ നേരെ ഇനി കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. അത്യാവശ്യം എന്താണ്ട് ഇവിടെ ഇടതുഭാഗത്ത് കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് ഉയർത്തിയെടുത്തിട്ടുണ്ട്. പകുതിയോളം അവിടെ ഒരു കന്നേറ്റി പാലം കഴിഞ്ഞ ഒരു അണ്ടർപാസ് ഉണ്ട്. അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് പണിയും കൂടെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഡ്രൈനേജിന് വേണ്ടിയിട്ട് ഇവിടെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് വർക്കുകളും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഡ്രൈനേജിൻ്റെ പണി അടുത്ത സൈഡിലായിട്ട് നടന്നിട്ടുണ്ട്. ഇവിടെ കണ്ടമാനം പഴയ പോസ്റ്റുകൾ ഇപ്പോഴും നിൽപ്പുകൊണ്ട് എടുത്ത് മാറ്റണം. പിന്നെ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ടാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി വരെയാണ്, ഓച്ചറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഇതാണ് നീണ്ടകര മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ്. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് അടിക്കാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്.